എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L6460 എന്ന പ്രിന്റർ എങ്ങനെ ഉപയോഗിക്കാം, അതായത് ഫോട്ടോസ്റ്റാറ്റ് എങ്ങനെ എടുക്കാം, സ്കാൻ എങ്ങനെ ചെയ്യാം, പ്രിന്റ് എങ്ങനെ ചെയ്യാം, എങ്ങനെ ഇങ്ക് ഫില്ല് ചെയ്യാം, എല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഇങ്ക് ഫില്ല് ചെയ്യുന്നതിന് തുടങ്ങാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് എപ്സൻ്റേതായിട്ട് പുതിയ മോഡലായിട്ട് ലോഞ്ച് ചെയ്ത പ്രിൻ്ററാണ്. അതേപോലെ തന്നെ ഇതിന് ഇങ്കിനും മറ്റേ എപ്സൻ്റെ പ്രിൻ്ററിനെ അപേക്ഷിച്ച് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. ഈ 4 ഇങ്കും ഫെയ്ഡായി പോവാത്ത പിഗ്മെൻറ്റ് ഇങ്കാണ് വരുന്നത്. അതും 008 സീരീസ് ഇങ്ക് തന്നെ ഇതിന് ഉപയോഗിക്കണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ വില കുറഞ്ഞ ഇങ്കിന് കുറച്ച് കോസ്റ്റ്ലി ആണ് ഇങ്ക്, പക്ഷേ ഈ പ്രിൻ്ററിന് ഈ ഒരു സീരീസ് ഇങ്ക് മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇങ്ക് ഫില്ല് ചെയ്യാൻ ആദ്യം നമ്മൾ ഈ ടാങ്കിൻ്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുന്നു. അവിടെ കൊടുത്തിട്ടുണ്ടാവും 008 സീരീസ് ഇങ്ക് എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബ്ലാക്കിൻ്റെ ടാങ്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് ബോട്ടിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ക് ഫില്ലാവുന്നത് നമുക്ക് കാണാൻ കഴിയും. ടാങ്കിൽ ഒരു ഷെയ്ഡിങ് വരുന്നത് കാണാം. അതിൻ്റെ അർത്ഥം ഇങ്ക് ഫില്ലാവുന്നു എന്നതാണ്. നിങ്ങൾ ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്ന സമയത്തും ഇവിടെ ടാങ്കിൻ്റെ ഫ്രണ്ടിൽ കൊടുത്ത ട്രാൻസ്പെറൻറ്റ് ഭാഗത്ത് കൊടുത്ത് അവിടെ നോക്കി വേണം ഇങ്ക് ലെവൽ ചെക്ക് ചെയ്യാൻ. പ്രിൻ്റർ ഒരിക്കലും ഇങ്ങോട്ട് കമാൻഡ് ചെയ്യില്ല ഇങ്ക് കഴിയാനയക്കണം എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മോഡൽ പ്രിൻ്ററിൻ്റെ 4 ഇങ്കും പിഗ്മെൻറ്റ് ഇങ്കാണ് വരുന്നത്. അതായത് ഫെയ്ഡായി പോവാത്ത, വെള്ളം തട്ടിയാലും വലിയ പ്രശ്നം വരാത്ത 4 ഇങ്കുകളാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്സൻ്റെ വേറെ സീരീസ് ഇങ്ക് പോലും ഇതിന് ഉപയോഗിക്കാൻ പാടില്ല. അതായത് എപ്സൻ്റെ വില കുറഞ്ഞ സീരീസ് ഇങ്കുകളുണ്ട്, 003 സീരീസ് ഇങ്കുകളെല്ലാം. അതൊന്നും ഒരിക്കലും ഇതിൽ ഈ മോഡൽ പ്രിൻ്ററിൽ ഉപയോഗിക്കരുത്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വേറെ സീരീസ് ഇങ്കോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കോ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പ്രിൻ്ററിൻ്റെ വാറൻറ്റി കട്ടാവുന്നതാണ്. അപ്പോൾ ബ്ലാക്ക് ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇങ്ക് വരുന്നത് സിയാനാണ്. സിയാൻ്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ടാങ്കിലേക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ സിയാൻ ഇങ്കും ഏകദേശം ഫില്ലായിട്ടുണ്ട്. അപ്പോൾ അത് ബോട്ടിൽ മാറ്റി വെച്ചു, ടാങ്കിൻ്റെ ലോക്ക് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് മജന്ത ഇങ്കാണ്. മജന്ത ഇങ്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൽ ടോപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ടാങ്കിലേക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. ഇങ്ക് ഓട്ടോമാറ്റിക് ഫില്ലാവുന്നുണ്ട്. മജന്ത ഇങ്കിൻ്റെ ബോട്ടിൽ മാറ്റി വെച്ച് ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഇങ്കാണ്. യെല്ലോ ഇങ്കിൻ്റെ ടാങ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ബോട്ടിൽ അതിലേക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ക് ഫില്ലായിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും കഴിയുന്നത് ഓൺലൈനിൽ നിന്നും ഇങ്ക് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഇങ്ക് വാങ്ങുന്ന സമയത്ത് ഈ 008 സീരീസ് ഇങ്ക് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ, ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇങ്ക് ഫില്ല് ചെയ്തതിന് ശേഷം ഡോറ് ക്ലോസ് ചെയ്യണം. കണ്ടില്ലേ? എപ്സൻ്റെ ന്യൂ മോഡൽ പ്രിൻ്ററായ എപ്സൺ L6460 എന്ന പ്രിൻ്ററിൽ 2 വഴിയിലൂടെ പേപ്പർ പിക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന പേപ്പർ കാസറ്റ് ട്രേയും പിന്നെ പ്രിൻ്ററിൻ്റെ പിറകുവശത്തുള്ള റേ ട്രേയുമാണ് വരുന്നത്. അപ്പോൾ കാസറ്റ് ട്രേ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഡോർ ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ ബ്ലൂ ലിവർ കണ്ടില്ലേ, ബ്ലൂ മെറ്റീരിയൽ പാർട്ട് കണ്ടില്ലേ, ഇത് ജസ്റ്റ് ഇതേപോലെ ഫ്രീ ആക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അത് ഫ്രീ ആക്കി വെച്ചതിന് ശേഷം കുറച്ച് ബണ്ടിൽ പേപ്പേഴ്സ് ഇതിൽ വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ നോർമൽ 80 GSM വരെയുള്ള പേപ്പർ മാത്രമേ ഈ ഒരു ട്രയൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൻ്റെ മുകളിലുള്ള പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ മേ ബി പേപ്പർ ജാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് പേപ്പർ കറക്റ്റാക്കി ആ ബ്ലൂ ലിവർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ട്രേ ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേയിൽ ഇതേപോലെ ഒരു കമാൻഡ് ചോദിക്കും, ഏത് സൈസ് പേപ്പറാണ്, ഏത് ടൈപ്പ് പേപ്പറാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പം ഏത് സൈസ് പേപ്പർ എന്നുള്ളിടത്ത് ഞാൻ A4 സെലക്ട് ചെയ്തു. അതിൻ്റെ താഴെ പേപ്പർ ടൈപ്പ് എന്നുള്ള അവിടെ നോർമൽ ഈ പേപ്പറിനെല്ലാം പ്ലെയിൻ പേപ്പർ എന്നാണ് പറയുന്നത്. പ്ലെയിൻ പേപ്പർ എന്നുള്ള സെലക്ട് ചെയ്തു. എന്നിട്ട് ക്ലോസ് എന്നുള്ള കൊടുക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രിൻ്ററിൻ്റെ പിറകു വശത്തുള്ള റിയർ ട്രേ ആണ് വരുന്നത്. കണ്ടില്ലേ, ഇവിടെ ചെറിയ ട്രേ ഉണ്ടല്ലോ, ഈ ബ്ലൂ 2 ലിവർ, അത് ആദ്യം ഫ്രീ ആക്കി വെക്കുക. എന്നിട്ട് നോർമൽ സിംഗിൾ പേപ്പർ അല്ലെങ്കിൽ 80 GSMൻ്റെ മുകളിലുള്ള സിംഗിൾ പേപ്പറുകൾ ഉപയോഗിക്കേണ്ടത് ഇവിടെയാണ്. നല്ല ഗുഡ് പേപ്പറായിട്ട് തന്നെ വെക്കണം. വെക്കുന്നതോടുകൂടി പ്രിൻ്റർ ഡിറ്റക്റ്റ് ചെയ്യും. ചെറുതായിട്ട് പ്രിൻ്റർ
പേപ്പർ അകത്തോട്ട് ചെറുതായിട്ടൊന്ന് വലിച്ചിട്ടുണ്ടാവും. സപ്പോർട്ട് ചെയ്യാൻ വേറെ ട്രേ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഗുഡ് പേപ്പർ തന്നെ വെക്കണം. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് കാണുന്ന ADF ട്രേ വഴി നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം, അതേപോലെ താഴെ കാണുന്ന ഈ സ്കാനർ ഗ്ലാസ് വഴിയും ചെയ്യാം. ADF വഴി ആകുമ്പോൾ ലീഗൽ സൈസ് പേപ്പറെല്ലാം സപ്പോർട്ട് ചെയ്യും. മാത്രമല്ല ഏറ്റവും ഫാസ്റ്റ് താഴെ കാണുന്ന സ്കാനർ ഗ്ലാസ് വഴി ആയിരിക്കും. ഇവിടെ ഈ ട്രയൽ പേപ്പർ വെക്കുന്ന സമയത്ത് നല്ല ഗുഡ് ATGSMൻ്റെ പേപ്പർ തന്നെ ആയിരിക്കണം, ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അതുപോലെ വൈറ്റനർ പോലത്തെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ഡ്രൈ ആയതിന് ശേഷം അല്ലെങ്കിൽ ഉണങ്ങിയതിന് ശേഷം മാത്രമേ അതിൽ വെക്കാൻ പാടുള്ളൂ. കറക്റ്റായിട്ട് ഈ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേയിൽ അല്ലെങ്കിൽ ചെറിയൊരു ബസർ സൗണ്ട് വരുന്നതാണ് പ്രിൻ്ററിൽ നിന്നും. ഇവിടെ കണ്ടില്ല, താഴെ ADF പറഞ്ഞൊരു ലൈറ്റ് ഓൺ ആയിരിക്കുന്നത് എനേബിൾ ആയിരിക്കുന്നത് കാണാൻ കഴിയും. അത് നമ്മൾ പേപ്പർ റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് ഓഫായി പോകുന്നത് കാണാൻ സാധിക്കും. ഇനി അത് ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ADF വഴി മാത്രമേ സ്കാൻ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ താഴെ കാണുന്ന ഈ സ്കാനർ ഗ്ലാസ് വഴിയും ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഏറ്റവും ഫാസ്റ്റ് ഉണ്ടാവുക ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ ഈ ഗ്ലാസ് വഴി ആയിരിക്കും. ഇവിടെ കാണുന്ന ഈ ആരോ മാർക്ക് കണ്ടില്ല, ഇവിടെയാണ് ഈ സൈഡിലേക്ക് അടുപ്പിച്ചാണ് നമ്മൾ ഡോക്യുമെൻറ്റ് വെക്കേണ്ടത്. നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ് താഴ്ത്തിയായിട്ട് ഈ രീതിയിലാണ് വെക്കേണ്ടത്. ഒരു കറക്റ്റ് ആരോ മാർക്കിന് കൃത്യമായി വരുന്ന രീതിയിൽ വെക്കണം. കാരണം അവിടെ നിന്നാണ് 0 പറഞ്ഞിട്ട് സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ A4ൻ്റെ ലെങ്ത്തും A4ൻ്റെ വിഡ്ത്തും കൊടുത്തതായിട്ട് ഇരിക്കുന്നത് കാണാൻ കഴിയും നമുക്ക്. അപ്പോൾ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഡോറ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഈ കോപ്പി എന്നുള്ള കണ്ടില്ലേ ഓപ്ഷന്, ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കോപ്പി എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. ഈ കോപ്പി വഴിയാണ് നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ വെച്ച മാറ്റർ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആദ്യം ചോദിക്കുന്നത് B and W പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കളർ വേണോ, ഏതാ വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. അവിടെ നമ്മൾ മാറ്റി കൊടുക്കുന്നതിന് ശേഷം ഇവിടെ കോപ്പി എന്നുള്ള അവിടെ കളർ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ 2 സൈഡ് വേണോ അത് സിംഗിൾ സൈഡ് വേണോ എന്നുള്ളൊരു ഓപ്ഷനാണ്. ജസ്റ്റ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ എന്നുള്ളത് കൊടുക്കുക, അല്ലെങ്കിൽ 2 സൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ഓക്കെ എന്നുള്ളത് കൊടുക്കുക. പിന്നെ താഴെ അതിൻ്റെ ഡെൻസിറ്റിയാണ്, എത്രത്തോളം ഡെൻസിറ്റി കൂടുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഷാർപ്പ്നെസ് കൂടും. ഓക്കെ, അതിനുശേഷം ഈ കോപ്പി എന്നുള്ളത് പ്രസ് ചെയ്യുക. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് കോപ്പീസാണ് കൊടുത്തിട്ടുള്ളത്, എത്ര കോപ്പി വേണമെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. എന്നിട്ട് കോപ്പി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോസ്റ്റാറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കാനിങ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ടായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കൽ. വളരെ സിമ്പിൾ മെത്തേഡ് ആണ്. അത് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഈ ക്ലോസ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ ഹോം ബട്ടൺ പ്രസ് ചെയ്യുന്നത് പിറകോട്ട് വരുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത ഡോക്യുമെൻ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്, കറക്റ്റാണ്. ഓക്കെ, ഈ മോഡൽ പ്രിൻ്റർ 2 രീതിയിലൂടെ നമുക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കും. ഒന്ന് സാധാ സ്കാനർ ഗ്ലാസ് ആയിട്ടും വരുന്നുണ്ട്, പിന്നെ ഒന്ന് ADF മൊഡ്യൂളായിട്ടും വരുന്നുണ്ട്. സാധാ സ്കാനർ ഗ്ലാസ് നിങ്ങൾക്കറിയാം, ഈ കാണുന്നതാണ് സ്കാനർ ഗ്ലാസ്. ഇവിടെ നമുക്ക് 0 അവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തതായിട്ട് കാണാൻ കഴിയും. റൈറ്റ് സൈഡിൽ ആരോ മാർക്ക് കണ്ടില്ലേ, അവിടെയാണ് കറക്റ്റായിട്ട് വെക്കേണ്ടത്. ആ ഒരു സൈഡിന് അടുപ്പിച്ചാണ് വെക്കേണ്ടത്. പിന്നെ ഒന്ന് വരുന്നത് ADF യൂണിറ്റ്, ഈ മുകളിൽ കാണുന്ന ഈ ട്രേ കണ്ടില്ലേ, ഇതിലൂടെ നിങ്ങൾക്ക് സ്കാനിങ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ സാധിക്കും. അതിനാദ്യം വേണ്ടത് നമ്മൾ ഈ ഡോക്യുമെൻ്റ് കറക്റ്റായിട്ട് വെക്കുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള മാറ്റർ മുകളിൽ വരുന്ന രീതിയിൽ വെക്കണം. ഞാൻ കാണിച്ചു തരാം വീഡിയോയിലൂടെ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഡോക്യുമെൻ്റ് എങ്കിൽ ഇത് കറക്റ്റായിട്ട് ഡാറ്റ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ്, സ്കാൻ ചെയ്യേണ്ട ഡോക്യുമെൻ്റ് ഈ മുകളിൽ വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഈ ട്രാൻഡ് ലിവർ ലൂസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് അതിലോട്ട് ഇൻസേർട്ട് ചെയ്യുക കറക്റ്റായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റാപ്ലർ പിന്ന് അതേപോലെ വൈറ്റ്നർ ഉണങ്ങാതിരിക്കുക, അങ്ങനത്തെ സിറ്റുവേഷനൊന്നും ഉണ്ടാവരുത്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് പ്രിൻ്ററിൽ ഒരു ബസർ സൗണ്ട് കേൾക്കും. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഈ മൊഡ്യൂൾ ഈ കോപ്പി ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ADF എന്നുള്ളൊരു സെൻസർ ഉണ്ടല്ലേ എനേബിൾ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കാനിംഗ് ബസർ ആപ്ലിക്കേഷനാണ്, അതിൻ്റെ അർത്ഥം ADF എനേബിൾ ആയിട്ടുണ്ടെന്നാണ്. ഇതിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അത് അപ്പോൾ ഓപ്പൺ ചെയ്യുക. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിലേക്ക് ഷോർട്ട് കട്ടായിട്ട് ഉപയോഗിക്കാനും കഴിയും. ഷോർട്ട് കട്ടായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് നോർമൽ ഹോം പേജ് ഉണ്ടാവുക ആപ്ലിക്കേഷൻ്റെ. ഇവിടെ നമുക്ക് കാര്യമായിട്ടുള്ള സെറ്റിങ്സ് ആണ്. അവിടെ പ്രിൻ്ററിൻ്റെ പേര് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതാണ് ഡോക്യുമെൻറ്റ് സോഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോ ഡിറ്റക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി എവിടെയാണുള്ളത് അത് ഡിറ്റക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ സ്കാനർ ഗ്ലാസ് ADF മൊഡ്യൂൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ ഡോക്യുമെൻറ്റ് സൈസ്, ഏത് സൈസിലാണ് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് സേവ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാം. നോർമലി എല്ലാവരും A4 ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇമേജ് ടൈപ്പ്, ഏത് ടൈപ്പ്, അതായത് ഓട്ടോ ഉണ്ട്, കളറുണ്ട്, ഗ്രേ സ്കെയിൽ ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്.
നോർമൽ എല്ലാവരും ഓട്ടോ അല്ലെങ്കിൽ കളറാണ് ഉപയോഗിക്കൽ. ഗ്രേ സ്കെയിലാകുമ്പോൾ ഗ്രേ സ്കെയിൽ മോഡലാവും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുന്ന സമയത്ത് നല്ല ഡാർക്കിലായിരിക്കും സേവ് ആവുക. പിന്നെ അടുത്തത് റെസൊല്യൂഷൻ. എത്ര സൈസ് റെസൊല്യൂഷനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ്. റെസൊല്യൂഷൻ കൂടുന്തോറും സേവ് ചെയ്യുന്ന ഫയൽ സൈസ് കൂടും. കോൺട്രാസ്റ്റാണ് കൂടുള്ളൂ. നമ്മൾ വെച്ച മാറ്റർ ഒരിക്കലും ക്വാളിറ്റി ഉണ്ടാവില്ല. നോർമൽ എല്ലാവരും 200 ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ആഡ് ഓർ എഡിറ്റ് പേജ് ആഫ്റ്റർ സ്കാനിങ്. അതായത് നിങ്ങൾക്കൊരു മൾട്ടിപ്പിൾ പേജ് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഫയലിൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ പേജ് സ്കാൻ ചെയ്ത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ടൂളാണിത്. അത് ടിക്ക് ചെയ്തതിന് ശേഷം സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പേജ് സ്കാൻ ചെയ്യാൻ ചോദിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ആവശ്യമില്ലെങ്കിൽ ആ ടിക്ക് ഒഴിവാക്കണം. പിന്നെ താഴെ ഇമേജ് ഫോർമാറ്റ്, ഏത് ഫോർമാറ്റ് ഇമേജാണ് വേണ്ടത് എന്നാണ്. PDF ഉണ്ട്, JPEG ഉണ്ട്, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. പിന്നെ ഫയൽ നെയിം, എന്ത് പേരാണ് നമ്മൾ സേവ് ചെയ്യുന്ന ഫയലിന് കൊടുക്കേണ്ടത് എന്നാണ്. അത് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും. ASD എന്താ നിങ്ങൾ ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ASD എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോർമാറ്റിലായിരിക്കും പിന്നെ ഫയൽ സേവ് ചെയ്യുക. പിന്നെ ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ സ്ക്രീൻ റെക്കോർഡിൽ വന്നിട്ടില്ല സെലക്ട് എന്നുള്ളത്. സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഫയലിൻ്റെ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കാൻ കഴിയും. അതിലെവിടെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കണമെങ്കിൽ അവിടെ മേക്ക് ന്യൂ ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഫോൾഡറിൻ്റെ അകത്ത് വേറൊരു ഫോൾഡർ ക്രിയേറ്റ് ആവുന്നതാണ്. എന്നിട്ട് ഓക്കെ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലായിരിക്കും സേവ് ആവുക. പിന്നെ പ്രിവ്യൂ സ്കാനർ രണ്ട് ഓപ്ഷൻ ഉണ്ട്. പ്രിവ്യൂ പറഞ്ഞാൽ നമുക്ക് വെച്ച മാറ്റർ കാണാൻ സാധിക്കും. സ്കാനിങ് പറഞ്ഞാൽ സേവ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. മസ്റ്റ് ശ്രദ്ധിക്കുക, സേവ് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ സ്കാൻ എന്നുള്ളത് തന്നെ കൊടുക്കണം. പ്രിവ്യൂ കൊടുത്താൽ ഒരിക്കലും സേവ് ആവില്ല. ഞാൻ ഇപ്പോൾ ജസ്റ്റ് പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പ്രിവ്യൂ ഫയലാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. മൗസ് പോയിൻ്റർ ആയിട്ട് വരുന്ന സമയത്ത് പ്ലസ് എന്നുള്ളൊരു ചിഹ്നമായിട്ടുണ്ടാവും, കണ്ടില്ലേ? മൗസിൻ്റെ കൈസർ അങ്ങനെ ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇത്രയും ഭാഗം ഞാൻ സെലക്ട് ചെയ്യുകയാണ്. സെലക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, സെലക്ഷൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്കാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഭാഗം മാത്രമേ സ്കാൻ ആവുകയുള്ളൂ. ഇനി സെലക്ഷൻ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് എന്നുള്ള അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെലക്ഷൻ പോവും. ഇനി ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റ് സ്കാൻ ചെയ്യാനാണെങ്കിൽ ഒന്നും നോക്കണ്ട, താഴെ നിങ്ങൾ കാണുന്ന സ്കാൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കാനിങ് നടക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് സ്കാനിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ പ്രിവ്യൂ ക്ലോസ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും ഈ പ്രിവ്യൂ അവിടെ ഉണ്ടാവും. സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കാനിങ് കംപ്ലീറ്റ് ആയി. നമ്മൾ സേവ് ചെയ്യാൻ ലൊക്കേഷൻ കൊടുത്ത ഡെസ്ക്ടോപ്പ് എന്നുള്ള അവിടെ ഫോൾഡർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഇതാ ഫയൽ കിടക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത അതേ ഡോക്യുമെൻ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, സിംഗിൾ പേജേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണത്. നേരത്തെ പറഞ്ഞ പോലെ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ ഇത് ക്ലോസ് ചെയ്യാൻ മറക്കരുത്. ഇല്ലെങ്കിൽ പിന്നെയും നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ആ പ്രിവ്യൂ അവിടെ തന്നെ കാണിക്കുന്നതാണ്. ഓക്കെ, ഈ ആഡർ ഇത് ചെയ്തിട്ടുള്ള സെറ്റിങ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആ ടിക്ക് ചെയ്തതിന് ശേഷം സ്കാൻ എന്നുള്ളത് കൊടുത്തു. അപ്പോൾ വൺ ടൈം സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു മാറ്റം വരുന്നത് കാണാൻ സാധിക്കും. മുമ്പ് സ്കാൻ ചെയ്ത പോലെയല്ല. ഇപ്പോൾ ഒരു സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ഓപ്ഷൻ ചോദിക്കുന്നതാണ്. ഇങ്ങനെ ടിക്ക് ചെയ്ത് കാരണം ഇങ്ങനെ ഒരു ഓപ്ഷനാണ് ചോദിക്കുക സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇവിടെ ആഡ് എന്നുള്ള കണ്ടില്ലേ, നിങ്ങൾക്ക് സേവ് എന്ന് കൊടുക്കണമെങ്കിൽ സേവ് എടുക്കാം. ഈ ആഡ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആഡ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഡോക്യുമെൻറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഈ ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും സ്കാൻ ആവും. ആ സ്കാനിങ് ആകുമ്പോൾ സമയത്ത് സെക്കൻഡ് പേജ് ആയിട്ടായിരിക്കും നമ്മൾ സേവ് ചെയ്യണ ഫയലിൽ വരിക. ആ സ്കാനിങ് കഴിഞ്ഞ ശേഷം പിന്നെയും ചോദിക്കും. അവിടെ നമ്മൾ പിന്നെ ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമതൊരു പേജ്, ആ ഫയലിൻ്റെ ഉള്ളിൽ മൂന്നാമതൊരു പേജായിട്ടായിരിക്കും ഇത് സേവ് ആവുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1, 2 ഒരു ഫയലിൻ്റെ ഉള്ളിൽ തന്നെ 1, 2, 3, 4 അങ്ങനെ 1 by 1 ആയിട്ട് പേജുകൾ സേവ് ആയിട്ടുണ്ടാവും. മറ്റേ ടിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ തവണ സ്കാൻ ചെയ്യുമ്പോൾ അത് സെപ്പറേറ്റ് ഫയലായിട്ടായിട്ട് ഉണ്ടാവുക. ഞാനിപ്പോൾ ഇവിടെ സേവ് എന്നുള്ള കൊടുത്തു. അപ്പോൾ ആ ഫയൽ ഓപ്പണായി വരും. കണ്ടില്ലേ, ഇനി ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ആ ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിൽ കണ്ടില്ലേ 1/2 2 പേജസ് ഉണ്ട്. ഫസ്റ്റ് പേജാണ് ഈ കാണുന്നത്.
മറ്റേതിന് മുമ്പത്തെ പ്രിവ്യൂവിൽ നമ്മൾ എന്താ കണ്ടത്, ജസ്റ്റ് 1/1 തന്നെ കണ്ടിട്ടുള്ളൂ, ഒറ്റ പേജേ ഉള്ളൂ. ഇത് 2 പേജ് ഉണ്ട്, കണ്ടില്ലേ? സെക്കൻഡ് പേജാണ് ഈ കാണുന്നത്. നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഞാനിവിടെ അതിനായിട്ടൊരു സാമ്പിൾ ഡോക്യുമെൻറ്റ് വേർഡ് ഫയലിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഇത് കളർ ഡോക്യുമെൻ്റ് ആണ്. ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് സെലക്ഷൻ ചെയ്തിട്ട്, ഇത് സിംഗിൾ പേജേ ഉള്ളൂ, ഞാൻ രണ്ടാമത് വേറെ പേജും പാടെ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഞാൻ ബ്ലാക്ക് മോണോക്രോം കളറാണ് കൊടുക്കുന്നത്, ബ്ലാക്ക് കളറാണ്, ഫുൾ ബ്ലാക്ക് മാറ്ററാണ് ഞാൻ ആക്കുന്നത്. ഓക്കെ, കാരണം 2 സൈഡ് പ്രിൻറ്റിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് പേജ് ക്രിയേറ്റ് ചെയ്താണ് അതിന് ഫുൾ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എന്നിട്ട് സാധാരണ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ Ctrl+P എന്നുള്ള ഷോർട്ട് കട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇതേപോലെ ഈ പ്രിൻറ്റ് എന്നുള്ള ഫയലിൽ പ്രിൻറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. നോർമൽ കേസിൽ നമുക്ക് ഈ നമ്പർ ഓഫ് ഷീറ്റ് എത്ര വേണമെന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. പിന്നെ കറൻറ്റ് പേജാണോ അല്ലേ എന്നുള്ളത് നമുക്കിവിടെ കുറച്ച് കൊടുക്കാൻ, എന്നിട്ട് ജസ്റ്റ് ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ കേസിൽ പ്രിൻറ്റ് ചെയ്ത് വരും. കണ്ടോ ഇവിടെ എത്ര പേജസ് ഉണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് 2 പേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു പേജ് മതി എന്നുണ്ടെങ്കിൽ 1-1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സിംഗിൾ പേജേ വരുള്ളൂ. എന്നിട്ട് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ പ്രിൻറ്റിങ് നടക്കും. ഇനി അതല്ല കുറച്ച് കൂടുതൽ സെറ്റിങ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടീസിൽ പോവുക. അവിടെ ഫസ്റ്റ് ചോദിക്കുന്നത് പേപ്പർ സോഴ്സ്, എവിടെ നിന്നാണ് പേപ്പർ പിക്ക് ചെയ്യുന്നത്, പേപ്പർ എവിടെ നിന്നാണ് വലിക്കുന്നത് എന്നാണ്. ഓട്ടോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ മോഡൽ പ്രിൻ്ററിന് 2 മെത്തേഡ് ഉണ്ട്. കാസറ്റ് ട്രൈയും വരുന്നുണ്ട്, റിയർ ഫീഡ് ട്രൈയും വരുന്നുണ്ട്. രണ്ടിന് വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇത് ഞാനിവിടെ കൊടുക്കും, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് സെലക്ട് ചെയ്യുക. പിന്നെ ഡോക്യുമെൻറ്റ് സൈസാണ് ചോദിച്ചിട്ടുള്ളത്, A4 കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കത്തിൽ A3+ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പ്രിൻ്റർ A3 സപ്പോർട്ട് ചെയ്യുന്നല്ല, സോഫ്റ്റ്വെയർ കോമൺ എല്ലാത്തിനും ഒരേ സോഫ്റ്റ്വെയറാണ് വരുന്നത്, അതുകൊണ്ടാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓറിയൻറ്റേഷൻ, പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് വേണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നിങ്ങളിഷ്ടം പോലെ മാറ്റി കൊടുക്കാം. പിന്നെ പേപ്പർ ടൈപ്പ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. നിങ്ങൾ ഏത് ടൈപ്പ് പേപ്പറാണ് ഉപയോഗിക്കുന്നതെന്ന് ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യണം. പ്ലെയിൻ പേപ്പർ പറഞ്ഞാൽ സാധാ നോർമൽ A4 ഷീറ്റിനാണ് പ്ലെയിൻ പേപ്പർ എന്ന് പറയുക. അത് ഗ്ലോസി പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടുന്ന പേപ്പറിനൊക്കെയാണ് അത് വരിക, അതിവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യണം. പിന്നെ ക്വാളിറ്റി 3 ടൈപ്പാണ്, ഡ്രാഫ്റ്റ്, സ്റ്റാൻഡേർഡ്, ഹൈ. ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് പ്രിൻറ്റിങ് ആയിക്കാരം, മൈലേജ് കൂടുതൽ കിട്ടും, പക്ഷേ ക്ലിയർ കുറവായിരിക്കും. ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുറച്ച് കൂടുതൽ ക്ലിയർ ഉള്ള ഔട്ട്പുട്ടായിരിക്കും കിട്ടുക, മൈലേജ് കുറവായിരിക്കും, സ്ലോ പ്രിൻറ്റിങ് ആയിരിക്കും. നോർമൽ എല്ലാവരും സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കാറ്. പിന്നെ കളർ വേണം, കളർ ഏത് മോഡാണ് വേണ്ടത്, കളറിലാണോ വേണ്ടത്, ഗ്രേ സ്കെയിലാണോ വേണ്ടതെന്നാണ്. ഗ്രേ സ്കെയിൽ 3 ഓപ്ഷനിലാണ് വരിക, ഗ്രേ സ്കെയിൽ, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിങ്, അല്ലെങ്കിൽ മോണോക്രോം പ്രിൻറ്റിങ്, അങ്ങനെ 3 ഓപ്ഷനിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിങ്ങിന് പറയും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അതവിടെ സെലക്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ താഴെ 2 സൈഡ് പ്രിൻറ്റിങ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്, കണ്ടില്ലേ? അതിൻ്റെ താഴെയായിട്ട് ഈ മോഡൽ പ്രിൻ്ററിന് 2 സൈഡ് പ്രിൻറ്റിങ് ഉള്ളതുകൊണ്ട് 2 സൈഡ് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2 ഓപ്ഷനും കാണാൻ കഴിയും. ഓട്ടോ ലോങ് എഡ്ജ് പ്രിൻറ്റിങ് എന്നുള്ളതും പിന്നെ ഓട്ടോ ഷോർട്ട് എഡ്ജ് ബ്ലൈൻഡിങ് എന്നുള്ളതാണ് വരുന്നത്. ലോങ് എഡ്ജ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ റീഡബിൾ മോഡ് ആയിട്ടുള്ളതാണ്, അതായത് ഒരു പേജ് കഴിഞ്ഞ് മറിച്ച് അടുത്ത പേജ് വായിക്കുന്ന മോഡാണ് വരുന്നത്. മറ്റേ ഷോർട്ട് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേജ് കഴിഞ്ഞ് പിന്നെ തല കുത്തനായിരിക്കും നമ്മൾ നോർമൽ മോഡിൽ നോക്കുന്ന സമയത്ത് കാണിക്കുക. ഞാൻ കാണിച്ചത് അതിൻ്റെ ഒരു പ്രിവ്യൂ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് കാര്യമായിട്ടുള്ള സെറ്റിങ്സ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് വാട്ടർമാർക്ക് ആഡ് ചെയ്യണമെങ്കിൽ മോർ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ വാട്ടർമാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ ആഡ് ചെയ്യില്ല എന്നുള്ളത് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിൻറ്റ് കമാൻഡ് പോകുന്നതാണ്. അപ്പോൾ പ്രിൻ്ററിൽ പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം ഫസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത് വരും. നമ്മൾ 2 പേജ് 2 സൈഡ് പ്രിൻറ്റിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പേജ് പിക്ക് ചെയ്താണ്ട് ഇത് പുറത്തോട്ട് വരുന്നത് അതേപോലെ അകത്തോട്ട് പോകും. ഒരിക്കലും ഈ സമയത്ത് നമ്മൾ പേപ്പർ വലിക്കാൻ പാടില്ല. പ്രിൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ അവിടെ തന്നെ പേപ്പർ വന്ന് നിൽക്കും, അപ്പോൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. സെക്കൻഡ് പേജും പ്രിൻറ്റ് ചെയ്താണ്ട് ഔട്ടായി വരുന്നുണ്ട്, കണ്ടില്ലേ? 2 സൈഡ് പ്രിൻറ്റിങ് നടന്നിട്ടുണ്ട്. നമ്മൾ ലോങ് എഡ്ജാണ് കൊടുത്തത്, അതുകൊണ്ടാണ് ഈ മോഡൽ. മുകളിൽ കാണുക സെക്കൻഡ് പേജാണ്, ഫസ്റ്റ് പേജ് താഴെയാണ് ഉണ്ടാവുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.